ഹായ്, ഇന്നത്തെ നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ഔട്ട്ലൈൻ സ്റ്റിച്ച് തന്നെയാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഔട്ട്ലൈൻ സ്റ്റിച്ച് തന്നെയാണ് നമ്മുടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചും വരുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നൂലൊക്കെ കോർത്ത് കെട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടോളൂ. അപ്പോൾ നമ്മളിതേ ചെയിൻ സ്റ്റിച്ചിന് ആദ്യമായിട്ട് ത്രെഡ് അടിയുന്നത് അതുപോലെ മുകളിലേക്ക് കോർത്തെടുത്തു. ഇനി നമ്മൾ മുകളിലേക്ക് എടുത്ത അതേ ഹോളിലൂടെ തന്നെ സൂചി താഴേക്കും കോർത്ത് കൊടുക്കുക. അതിനുശേഷം ത്രെഡ് ഫുള്ളായിട്ട് വലിച്ചെടുക്കരുത്. കുറച്ച് ത്രെഡിനെ അവിടെ നിർത്തിയിട്ട് വേണം വലിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ സൂചി കുറച്ച് നീക്കിയിട്ട് നമ്മൾ അതേ ലൈനിൽ തന്നെ മുകളിലേക്ക് കോർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ത്രെഡിനെ നമ്മൾ ഈ സൂചിയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ വച്ചിട്ട് നമ്മളിതാ സൂചി വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് വരുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ത്രെഡ് മുകളിലേക്ക് വന്നിട്ടുണ്ടല്ലോ, അതിലൂടെ തന്നെ താഴേക്ക് കോർത്ത് കൊടുക്കുക. കണ്ടോ, അതായത് ചെയിൻ നമ്മൾ എവിടെയാണ് അവസാനിപ്പിച്ചത് അതിൽ തന്നെ താഴേക്ക് കോർത്ത് കൊടുത്തിട്ട് വീണ്ടും ത്രെഡ് ഫുള്ളായിട്ട് വലിച്ചു കൊടുക്കരുത്. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നീക്കിയിട്ട് അതിനെ നമ്മൾ മുകളിലേക്ക് കോർത്ത് കൊണ്ടുവരിക. അതിനുശേഷം നമ്മുടെ ഇപ്പോഴത്തെ ത്രെഡിനെ നമ്മൾ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലെ സൂചിയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. ജസ്റ്റ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് ചെയിൻ സ്റ്റിച്ച്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ചെയ്യാൻ അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ. പിന്നെ സൂചി കോർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിതുപോലെ താഴത്തേക്ക് കോർക്കുന്നത് അത് സെയിം അതേ ഹോളിലൂടെ തന്നെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് നമ്മൾ താഴേക്ക് കോർത്ത് കൊടുക്കരുത്. ഈ ഒരു സ്റ്റിച്ചിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എല്ലാവരും ചെയ്ത് നോക്കണം. ഒരു ഡിസൈനിലേക്കും ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്ത വർക്കുകൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ എനിക്ക് അയച്ചു തരാം. ഞാനത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്ഷനൊക്കെ പറഞ്ഞു തരാം എന്നുള്ളത്. അപ്പോൾ 1-2 പേരൊക്കെ നമുക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അവരുടെ വർക്കൊക്കെ നമ്മൾ അടുത്തൊരു ഷോർട്സിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ അവരൊക്കെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. നല്ല ഡിസൈനുകളൊക്കെ വരച്ച് നല്ല പെർഫെക്ഷനായിട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടൊന്ന് പഠിക്കുക. നിങ്ങൾക്കും ഇതുപോലെ ഡിസൈനുകളൊക്കെ ചെയ്യാം. പുറത്തേക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. എന്തായാലും ഫ്രീ ക്ലാസ്സാണ്, യൂട്യൂബ് വീഡിയോ അല്ലേ എന്ന് വെച്ചിട്ട് ആരും പഠിക്കാതിരിക്കേണ്ട. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ വെറുതെ വീഡിയോസ് കണ്ടു പോകുന്ന സമയത്ത് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോസൊക്കെ കണ്ട് പഠിച്ച് വർക്കുകളൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇതാ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മൾക്ക് കൊടുക്കണം. അപ്പോൾ നമ്മളിതാ ലാസ്റ്റിൽ ചെയിൻ സ്റ്റിച്ച് നിർത്തിയതിൻ്റെ അപ്പുറത്തെ സൈഡായിട്ട്, അതായത് ആ ഒരു ത്രെഡിൻ്റെ പുറത്തേക്കായിട്ട് നമ്മൾ കുത്തിയിട്ട് ഇറക്കണം. എങ്കിലേ അതവിടെ ലോക്ക് ആവുള്ളൂ. കണ്ടോ, ഇതുപോലെ അവിടെ തന്നെ കുത്തരുത്, അപ്പോൾ അഴിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ആ ത്രെഡിൻ്റെ പുറത്തേക്ക് കുത്തി ഇറക്കുക. നമ്മൾ ചെയിൻ എടുത്ത് നിർത്തിയിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ത്രെഡ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പുറത്തേക്ക് കുത്തി ഇറക്കിയിട്ട് ബാക്കിൽ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. കെട്ടൊക്കെ ഇടാനായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഡിസൈൻ വരയ്ക്കാനും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ട്രേസ് ചെയ്യാം. ഇനി വരയ്ക്കാനൊന്നും അറിയാത്തവർക്ക് എങ്ങനെ ഈസി ആയിട്ട് മൊബൈൽ ആപ്പ് വഴി എങ്ങനെ ഡിസൈനുകളൊക്കെ വരച്ചെടുക്കാം എന്നൊക്കെ ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഡിസൈനുകൾ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡിസൈനൊക്കെ വരയ്ക്കുന്നത് ആപ്പ് വഴിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോസ് പ്ലേലിസ്റ്റിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഡിസൈനിലേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, അതായത് ഈ കോർണറുകൾ പോലെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്റ്റിച്ചിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എങ്കിലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലീഫ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിനെ ചെയിൻ സ്റ്റിച്ചിനെ ചെയ്ത് അതിൻ്റെ ആ ഒരു അറ്റത്ത് വരുമ്പോൾ നിങ്ങളതിനെ നിർത്തുക. എന്നിട്ട് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. അതുപോലെ ഫ്രെയിം നല്ല ടൈറ്റായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ലൂസായിട്ട് ഇരുന്നാൽ നമ്മുടെ ത്രെഡ് ലൂസായിരിക്കും. അപ്പോൾ ആ ഡിസൈൻ കാണാനേ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്രെയിം ടൈറ്റ് അല്ലേ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ലൂസായി വരുന്ന സമയത്ത് നമ്മൾ ക്ലോത്തൊക്കെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഈ ലീഫിൽ നമ്മൾ ഒരു സൈഡ് ഫുള്ള് ചെയ്ത് ആ കോർണറിലെത്തുമ്പോൾ നമ്മളവിടെ ഫിനിഷ് ചെയ്യും. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തുടങ്ങും. അവിടെ നിന്ന് താഴത്തേക്ക് തുടങ്ങരുത്. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. ഇതിങ്ങനെ 2 സൈഡിൽ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ ചെയ്താൽ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ശ്രദ്ധിച്ചു തുടങ്ങും ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവർക്ക് ജ്വല്ലറി മേക്കിംഗ്, ഹെയർ ആക്സസറീസ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സും നമ്മുടെ ചാനലിലുണ്ട്, പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിലായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവറിൻ്റെ ഒക്കെ
ക്ലാസ്സുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് ചാനലിൽ കയറി പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് 3 ഫ്രീ ക്ലാസ്സുകൾ കിട്ടും. ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവറിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഇപ്പോൾ ഹാൻഡ് എംബ്രോയിഡറിയുടെയും. അപ്പോൾ ഇതെല്ലാം കണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ജ്വല്ലറിയുടെയൊക്കെ ഒരുപാട് പേര് ഫ്രീ ക്ലാസ്സിൽ പഠിച്ചിട്ട് എനിക്ക് വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ, ഞങ്ങളത് പഠിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ജ്വല്ലറി മേക്കിംഗ് ആയിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ആവണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. നമ്മുടെ അടുത്ത ബാച്ച് വരുന്നത് സെപ്റ്റംബറിലാണ് കേട്ടോ. സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഈ ഒരു എംബ്രോയിഡറി ക്ലാസ് ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചാണ് നമ്മൾ എംബ്രോയിഡറി ഓൺലൈൻ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഈ ഒരു എംബ്രോയിഡറി ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരി വർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. എംബ്രോയിഡറിയുടെ ഓൺലൈൻ ക്ലാസ് വേണോ, അതുപോലെ തന്നെ ആരി വർക്കിൻ്റെ ഫ്രീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് മാത്രമല്ല, അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ എടുക്കുന്ന ഡിസൈനുകൾ നമ്മൾ പഠിച്ച സ്റ്റിച്ചുകളൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഭാഗത്ത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് അല്ലാതെ 2 സ്റ്റിച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേത് സ്റ്റിച്ചാണ് നിങ്ങൾ ഇതുവരെ പഠിച്ചവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും നാളും പഠിച്ചിട്ട് നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേരുകൾ കമൻറ്റ് ചെയ്യുക. ലാസ്റ്റിൽ ഞാൻ അതിൻ്റെ ഫൈനൽ പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.